ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് ചെടികളൊക്കെ റിപ്പോർട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് ഇത്. നമ്മൾ മുന്നേ കൃഷിഭവനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മണ്ണാണ് കേട്ടോ. ഇത് 25 കിലോൻ്റെ ഒരു ചാക്കാണ്. ഇതിനന്ന് 150 രൂപ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മണ്ണ് വരെ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയായി. ഇതിൽ വളവും ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല കേട്ടോ. കുറേ ചരലൊക്കെ ഉള്ള മണ്ണാണ്. കുറച്ചൊക്കെ ചരൽ വേണം, എന്നാലും ഇതിൽ അത്ര അധികം അങ്ങോട്ട് ചകിരിച്ചോറൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. നല്ല വെയിറ്റ് ഒക്കെ തോന്നുന്ന ടൈപ്പ് മണ്ണാട്ടോ. ഈ ഒരു പ്ലാന്റ് ആട്ടോ നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഒരു 4 വെറൈറ്റി ഇപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ മുന്നേ കൊണ്ടുവന്ന് വേറെ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്തെടുക്കണം. അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ പരിപാടികൾ വളരെ ചെറിയ രീതിക്ക് ഒതുക്കാമെന്ന് വെച്ചു. വേറെയും 1-2 ചെടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മൈൻഡ് വോയിസ് ഉണ്ടോ? മൈൻഡ് വോയിസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പണി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ കുറച്ച് മുന്നേ നടന്ന സംഭവമായിട്ടോ അല്ലെങ്കിൽ നാളത്തെ സംഭവമായിട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ കാട് കയറി വരാം. എന്തെങ്കിലും ഒരു പണി എടുക്കുമ്പോൾ ഒറ്റയ്ക്ക് വർത്താനം പറയാ, ഒരാളോട് പറയാനുള്ള ഡയലോഗാണ് മനസ്സിക്ക് വരിക. അതിന് അയാൾ നമ്മളോട് എന്ത് മറുപടിയാണ് പറയാന്നുള്ളത് നമ്മൾ തന്നെ ഊഹിക്കുക. അതുകൊണ്ട് അതിനുള്ള മറുപടിയാണ് തിരിച്ചു പറയാ. ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണല്ലോ നമ്മളെ ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ സാധാരണ നമ്മൾ ഫ്രണ്ട്സിനോടോ ഫാമിലിനോടോ ചോദിക്കണ പോലെ തന്നെ നമുക്ക് ചോദിക്കാം. അപ്പോൾ സാധാരണ നമ്മളൊരു കംഫർട്ട് സോൺ ആ ഒരു സർക്കിളിലുള്ള ആൾക്കാരെക്കാട്ടും കൂടുതൽ ആൾക്കാരെ നമുക്ക് ഇതിൽ കൂടെ നമുക്ക് കാണാനും നമ്മളെ കേൾക്കാനും കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പോൾ എൻ്റെത് ചെറിയൊരു പേജ് ആണെങ്കിലും കൂടെ ഒരു 400 സംതിങ് എങ്ങാണ്ടാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. പക്ഷേ ഞാൻ ചിന്തിക്കുമ്പോൾ ഈ 400 പോട്ടെ 400 ആളെ മുന്നിൽ നിർത്തി സംസാരിക്കാനുള്ള ഗഡ്സ് ഒന്നും എനിക്കില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഒരു 400 ആളെ ഫേസ് ചെയ്തിട്ടാണ് ഞാനീ സംസാരിക്കണത് എന്നുള്ളൊരു ഇത് എനിക്കുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനത്തെ മൈൻഡ് വോയിസ് ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ അതിനിട്ട പേരാണ് കേട്ടോ മൈൻഡ് വോയിസ്. അതിന് ശരിക്കും ആ പേര് തന്നെയാണോ പറയാന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എന്താണെന്നറിയോ, ഒരു പണി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് 100,000 ചിന്തകളാണ്. 100,000 ചിന്തകളല്ല നാളെ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഇന്നലെ ചെയ്തത് അങ്ങനെ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡിബേറ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അത് പോരാ, ഈ കുറച്ചും കൂടെ പറയണമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള തോന്നലാണിടോ അത്. ഓക്കെ വോയിസ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കട്ടാക്കിയതാണെങ്കിൽ ചിരി വന്നിട്ട്. അപ്പോൾ അങ്ങനെ അത് പോരായിരുന്നു, 2 കൂടെ ഏറെ പറയണമായിരുന്നു. പക്ഷെ അപ്പം ഈ പോയിന്റ് എനിക്ക് പറയാൻ കിട്ടിയില്ലല്ലോ എന്നൊക്കെയുള്ള ഓരോരോരോ ചിന്തകളാണ്. അങ്ങനെയൊക്കെ ചിന്തകളും കാര്യങ്ങളൊക്കെ കാട് കയറി ചിന്തിക്കണവരും പറയണവരും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഒന്നുമില്ലെങ്കിൽ നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് എന്താ പറയുക, ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യത്തെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.